ഒരു യുഗത്തിന് ഇന്ന് തിരശ്ശീല വീഴും. 14 വർഷം ഫ്രാൻസിന്റെ ടച്ച് ലൈനിൽ ഒരേ മുഖം, ഒരേ ശാന്തത, ഒരേ ആത്മവിശ്വാസം. ജയിച്ചപ്പോഴും അമിതാഘോഷമില്ല, തോറ്റപ്പോഴും തളർച്ചയില്ല. ഇന്ന് ഇംഗ്ലണ്ടിനെതിരായ 3-ാം സ്ഥാനക്കാരുടെ മത്സരത്തോടെ ദിദിയർ ദശാംസ് ഫ്രാൻസിന്റെ പരിശീലക സ്ഥാനം ഒഴിയുകയാണ്. 90 മിനിറ്റിന് ശേഷം മുഴങ്ങുന്ന അവസാന വിസിൽ ഒരു മത്സരത്തിന്റെ അവസാനം മാത്രമല്ല, ഫ്രഞ്ച് ഫുട്ബോളിലെ ഏറ്റവും വിജയകരമായ ഒരു അധ്യായത്തിന്റെ അവസാനം കൂടിയാണ്. വർഷം 2012 ഫ്രാൻസിന് ഉയർത്തെഴുന്നേൽക്കേണ്ട സമയമായിരുന്നു. മുൻ ടൂർണമെന്റുകളിലെ നിരാശകളും ടീമിനുള്ളിലെ പ്രശ്നങ്ങളും ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തിയിരുന്ന കാലത്താണ് ദിദിയർ ദശാംസ് എത്തുന്നത്. ഒരു ടീമിനെ മാത്രം പടുത്തുയർത്തുകയല്ല, വിജയിക്കണമെന്ന മനോഭാവമുള്ള ഒരു പുതിയ സംസ്കാരം തന്നെ ഫ്രഞ്ച് ടീമിൽ സൃഷ്ടിച്ചു. ആദ്യ വലിയ പരീക്ഷണം 2016 യൂറോ കപ്പിലായിരുന്നു. സ്വന്തം നാട്ടിൽ നടന്ന ടൂർണമെന്റിൽ ഫ്രാൻസ് ഫൈനലിൽ എത്തിയെങ്കിലും ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗലിനോട് അവസാന പോരിൽ കിരീടം നഷ്ടമായി. എന്നാൽ ആ തോൽവി ഒരു അവസാനമായിരുന്നില്ല. 2 വർഷത്തിന് ശേഷം ലോകം കണ്ട മഹത്തായ തിരിച്ചുവരവിന്റെ തുടക്കമായിരുന്നു അത്. 2 വർഷങ്ങൾക്ക് ശേഷം റഷ്യൻ മണ്ണിൽ ലോകം വീണ്ടും ഫ്രാൻസിന്റെ ആധിപത്യം കണ്ടു. ക്രൊയേഷ്യയെ 2-4 ഗോളിന് വീഴ്ത്തി ഫ്രാൻസ് 2-ാം ലോകകപ്പ് കിരീടമുയർത്തി. 1998 ക്യാപ്റ്റനായി ലോകകപ്പ് ഉയർത്തിയ അതേ മനുഷ്യൻ 2018 പരിശീലകനായും സ്വപ്നം യാഥാർത്ഥ്യമാക്കി. കളിക്കാരനായും പരിശീലകനായും ലോകകപ്പ് നേടിയ അപൂർവ ഇതിഹാസങ്ങളുടെ കൂട്ടത്തിൽ ദശാംസും ഇടം പിടിച്ചു. വർഷം 2021 സ്പെയിനിനെ വീഴ്ത്തി യുവേഫ നേഷൻസ് ലീഗിന്റെ ആദ്യ കിരീടം. 2022 വീണ്ടും ലോകകപ്പ് ഫൈനൽ. ലിയോണൽ മെസ്സിയുടെ അർജന്റീനയ്ക്കെതിരെ 2 ഗോളിന് പിന്നിലായിട്ടും അവസാന നിമിഷം വരെ പൊരുതിയ ഫ്രാൻസ് കിലിയൻ എംബാപ്പയുടെ ഹാട്രിക്കിലൂടെ ലോകത്തെ വിസ്മയിപ്പിച്ചെങ്കിലും പെനാൾട്ടി ഷൂട്ടൌട്ടിൽ കിരീടം കൈവിട്ടു. എന്നാൽ ലോകം കണ്ടത് ഒരിക്കലും കീഴടങ്ങാത്ത ഒരു ഫ്രാൻസിനെയായിരുന്നു. 14 വർഷത്തിനിടെ ബെൻസിമയുടെ മികവും ഗ്രീസ്മന്റെ സുവർണകാലവും ജിറോദിന്റെ പോരാട്ട വീര്യവും കാൻഡയുടെ നിശബ്ദ അധ്വാനവും എംബാപ്പെ എന്ന സൂപ്പർ താരത്തിന്റെ ഉദയവും എല്ലാത്തിനും പിന്നിൽ ടച്ച് ലൈനിൽ ശാന്തമായി നിന്ന ഒരേയൊരു മനുഷ്യൻ ദിദിയർ ദശാംസ്. വിമർശനങ്ങൾ ദിദിയറിനെ എന്നും പിന്തുടർന്നു. യുവതാരങ്ങൾക്ക് അവസരം നൽകുന്നതിലും പഴഞ്ചൻ തന്ത്രങ്ങളാണെന്നും പലരും മുറുമുറുത്തു. പക്ഷേ ഓരോ തവണയും കിരീടങ്ങൾ കൊണ്ട് ദശാംസ് മറുപടി പറഞ്ഞു. റെക്കോർഡുകളും വിജയങ്ങളും ഉത്തരങ്ങളായി. ഫ്രാൻസിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങളിൽ പരിശീലകനായ വ്യക്തി, 2 ലോകകപ്പ് ഫൈനലുകളിലേക്ക് ടീമിനെ നയിച്ച പരിശീലകൻ, 1 ലോകകപ്പ്, 1 നേഷൻസ് ലീഗ്, നിരവധി അവിസ്മരണീയ രാത്രികൾ. ഇന്ന് ഇംഗ്ലണ്ടിനെതിരെ അവസാനമായി ഫ്രാൻസിന്റെ ബെഞ്ചിൽ ദിദിയർ ഇരിക്കും. അവസാനമായി ദേശീയ ഗാനം കേട്ട് എഴുന്നേറ്റ് നിൽക്കും. അവസാനമായി ടച്ച് ലൈനിലൂടെ നിർദ്ദേശങ്ങൾ നൽകും. അവസാന വിസിൽ മുഴങ്ങുമ്പോൾ ഒരു പരിശീലകൻ മടങ്ങിപ്പോകും. പക്ഷേ ഒരു ഇതിഹാസം ചരിത്രത്തിന്റെ ഭാഗമാകും. ഇന്ന് അവസാനിക്കുന്നത് കരിയർ അല്ല, ഫ്രഞ്ച് ഫുട്ബോളിന്റെ സുവർണ കാലമാണ്.